2030 എന്നുള്ള വർഷത്തിനകത്ത് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റും. 2030 നിങ്ങൾ ഈ ബിസിനസിനകത്ത് കൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. എന്താണ്? ഒരു പക്ഷേ 2030 ഓരോരുത്തർക്കും ഓരോ രീതിയിനകത്തുള്ള ഡ്രീമുകളാണ് ഉണ്ടാകുക. ചില ആളുകൾക്ക് വീട് എടുക്കണം എന്നുള്ളതായിരിക്കും ഉണ്ടാകുക, ചില ആളുകൾക്ക് കാർ എടുക്കണം എന്നുള്ളതായിരിക്കും, ചില ആളുകൾക്ക് കടബാധ്യതകൾ തീർക്കണം എന്നുള്ളതായിരിക്കും ഉണ്ടാകാം. ഓരോരുത്തർക്കും ഓരോ രീതിയിനകത്തുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകാം. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട 2030 ഈ സ്വപ്നങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. ഇന്ന് 2030 എന്റെ ലൈഫ് സ്റ്റൈൽ ഇന്ന രീതിയിനകത്തേക്കാവും എന്നുള്ളത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. കാരണം ഈ ബിസിനസ് അതാണ് പറയുന്നത്, ഡയറക്ട് സെല്ലിങ്ങിന്റെ ബിസിനസ് എൻറ്റയർലി ഡിഫറൻറ്റബിൾ ആയിട്ടുള്ള രീതിയിനകത്തേക്കാണ് ഡയറക്ട് സെല്ലിങ്ങിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് 2030 എന്ന് പറഞ്ഞ ഇയറിനകത്തേക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പിക്ചർ വേണം. വേറൊരു കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്, 2030 നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. 2030 ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ നിങ്ങളെ ലൈഫിനകത്തേക്ക് ഉണ്ടാകും എന്നുള്ളത് 3 കാര്യങ്ങൾ അതും നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാകുക, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈഫിനകത്ത് എന്തുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധമുണ്ടാവും. നേടിയെടുത്ത് കഴിഞ്ഞാൽ എന്റെ ലൈഫ് ഏത് രീതിയിനകത്തേക്ക് പോകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടൊരു പിക്ചറും ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന വ്യക്തികൾക്കാണ് മീഡിയ ഫ്രണ്ട്സ് ജീവിതത്തിനകത്ത് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാത്ത ഇന്നും നമ്മളറിയാം, നമ്മളൊക്കെ സ്വപ്നങ്ങൾ നമുക്കുണ്ട്, എഴുതി വെക്കാൻ നമ്മൾ തയ്യാറല്ല. സോ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ മീഡിയ ഫ്രണ്ട്സ്, ജീവിതത്തിനകത്ത് എഴുതി വെക്കാത്ത ഒരു സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റൂല. കാരണം എന്തിനെഴുതി വെക്കണം? എഴുതി വെക്കുന്ന സാധനം നമുക്ക് കാണാൻ പറ്റും. പിക്ചറൈസിങ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. അതിനെ നമുക്കൊരു പിക്ചറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നിങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കണേ അതിലേക്ക് നമ്മളെ സ്വപ്നങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടേ നിൽക്കും. എന്നിട്ട് നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. എന്താണ്? മുമ്പ് കാലത്തുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു തോട്ടുണ്ട്. എന്താണ്? ഞാൻ ആ തോട്ടിനോട് ഞാൻ പ്രത്യേകിച്ച് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അതിനെ കുറിച്ചിട്ട് കൂടുതൽ യോജിക്കുന്ന കാരണം എന്താ, നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങള് പലപ്പോഴും പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല എന്നുള്ള ഒരു രീതിയിനകത്തുള്ള ഒരു ആസ്പെക്ട് ഇന്നും പല ആളുകളെ മൈൻഡിനകത്തും കിടക്കുന്നുണ്ട്. എന്താണ്? ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ആഗ്രഹിക്കാൻ പോണ സാധനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കൂല. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആക്ച്വലി പല ആളുകൾക്കും ഉണ്ട്. സോ ഞാൻ ആ കാര്യത്തിനോട് യോജിക്കുന്ന വ്യക്തിയല്ല. കാരണം എന്തുകൊണ്ട്? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ലൈഫിനകത്ത് നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യം, ഈ നേടിയെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റും. അതെന്തിനു വേണ്ടിയിട്ടാണ്? 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നാളെ നേടിയെടുക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് പല സാധനങ്ങളും ഉണ്ടാവും. അതിനകത്ത് റിജക്ഷൻസ് ഉണ്ടാവും, കളിയാക്കുന്നുണ്ടാവും, ചില ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഒരു മെജോറിറ്റി ആളുകളും നമ്മളെ പുച്ഛിക്കും, കളിയാക്കും. ഒരു പക്ഷെ നമ്മളെ മുന്നിൽ നിന്ന് പറയാ യു ക്യാൻ ഡു ഇറ്റ്, എനിക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന പറയും. തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓന്റെ ജാട നോക്കണം എന്നും പറഞ്ഞിട്ട് കളിയാക്കുന്നതൊക്കെ ഉണ്ടാവും. മുഖത്ത് നോക്കി കളിയാക്കുന്നതും ഉണ്ടാവും. സോ അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനും ഒരു മോട്ടിവേഷനും ആയിട്ട് മാറ്റാൻ പറ്റും. 2, നിങ്ങളെ മൈൻഡിനകത്തുള്ള സാധനം മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടല്ലോ. ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എന്തുണ്ട്, നമുക്കിങ്ങനെ ഒരാളോട് പറയുന്ന സമയത്ത് നേടിയെടുക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവുന്ന നമ്മളെ മനസ്സിനോട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചോദ്യചിഹ്നമായിട്ട് മാറും. 2030 ഇന്ന് ഇവിടെ ഒരു വ്യക്തി എഴുതി വെക്കുകയാണ്, 2030 ഞാനൊരു മെർസിഡീസ് ബെൻസിനകത്ത് കൂടെ യാത്ര ചെയ്യാം, ഒരെങ്കിലും ഒരു ജാഗോറിനകത്തോ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ഒരു BMW യാത്ര ചെയ്യാം. 2030 ഞാൻ ഒരു 5000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസിനകത്ത് കൂടെ ഞാൻ ഉണ്ടാക്കും. 2030 എന്റെ വരുമാനം ഞാൻ 5 ലക്ഷത്തിന്റെ മുകളിലാക്കും. ഇങ്ങനെ ഒരു കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഇതിനു വേണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത്, ഇത് 4 ആളോട് പറയുന്ന സമയത്ത് ആളുകൾ ഇത് കളിയാക്കും. ആ കളിയാക്കലാണ് മീഡിയ ഫ്രണ്ട്സ് നമ്മളെ സക്സസ്. അങ്ങനെ പറയാനുള്ള ഗട്ട്സും തന്റേടും ഉണ്ടാവണം. കാരണം അവർക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ ആലോചിക്കുക,
നമ്മളെ സ്വപ്നത്തെ കുറിച്ച് നമ്മളെ മക്കളോട് തന്നെ പറയുന്ന സമയത്ത് എന്തായിരിക്കും ഉണ്ടാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളെ സ്വപ്നം നമ്മളെ മക്കളോട് പറയുന്ന സമയത്ത് മക്കൾ എന്താ പറയാ? ഒരു പക്ഷെ നമ്മളെ വീട്ടിനകത്ത് നിന്ന് പറയുമ്പോൾ നമ്മളെ സ്വപ്നങ്ങളെ കുറിച്ച് ഇപ്പൊ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ സീറോയിലാ നിൽക്കുന്നത്. ഈ സീറോയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് വീട്ടിനകത്ത് നിന്ന് എന്താ പറയാ? വീട്ടിനകത്ത് വൈഫ് ആയിക്കോട്ടെ, ഫാമിലി ഒക്കെ എന്താ പറയാ? നല്ലത് പറയും. എനിക്ക് തോന്നുന്നില്ല നല്ലത് പറയുന്നുള്ളത്. കാരണം അവര് നമ്മളെ ജീവിതത്തിനകത്ത് ഒരു പക്ഷെ നമ്മളൊന്നും നേടിയെടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്വപ്നത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മാക്സിമം ആളുകളും വീട്ടിലുള്ളവരും പുറമുള്ളവരും എന്താ പറയുള്ളൂ? കളിയാക്കേ ചെയ്യുള്ളൂ. ഈ ആദ്യം എന്നോടൊക്കെ എന്റെ അമ്മ പറഞ്ഞ മാതിരി ആദ്യം എന്റെ തൊള്ള നിർത്തിയിട്ട് എന്തെങ്കിലും ആ കടള്ള വീട്ടാളുള്ള വീട്ട് എന്നിട്ട് വലിയ വർത്താനം പറയാന്നറിയും എന്നതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ സംസാരിക്കുന്നുണ്ടോ നമുക്ക് അതൊരു മോട്ടിവേഷൻ ആക്കി ഏറ്റെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പ്രൂവ് ചെയ്തിട്ട് ഇവരെ മുന്നിൽ ഞാൻ കാണിച്ചു കൊടുക്കും എന്നുള്ളതും കരുതിയിട്ട് എന്നുള്ള തീരുമാനം എടുത്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റണം. അതാണ് ഡ്രീം, സ്വപ്നം എന്ന് പറഞ്ഞ സാധനത്തിനകത്തുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സാധനം. നമ്മൾ സ്വപ്നം കാണാൻ പറ്റും, നമ്മൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നാലാളോട് പറയാനുള്ള ഗട്ട്സും തന്റെ അടുത്താണ്. അത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അത് ആദ്യം ക്രിയേറ്റ് ചെയ്യും മൈ ഫ്രണ്ട്സ്. എവിടെ പറഞ്ഞിട്ടില്ലേ അവനാന്റെ മക്കളോട് അവനാന്റെ കുടുംബത്തിനോട് പോയിട്ട് പറയും നമ്മളെടുത്ത തീരുമാനം, നമ്മളെടുത്ത സ്വപ്നങ്ങൾ. ഞാൻ ഇനി സംഭവം ഞാൻ 2025 26 എന്റെ ലൈഫിനകത്ത് ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസിനകത്ത് കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോണത് ഇനി സംഭവമാണ്. 2030 നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇതായിരിക്കും. നമ്മള് താമസിക്കുന്ന വീട് ഇതാണ്, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന വാഹനം ഇതാണ്, നമ്മളെ അസറ്റുകൾ ഈ രീതിയിൽ അസറ്റ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പറയാനുള്ള ഗട്ട്സും തന്നോടും വേണം. ഇത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മളെ സ്വപ്നങ്ങൾ നേടിയെടുക്കും. കാരണം എന്താ? പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് തോന്നും? പറയുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും, ഓരോ ദിവസം കഴിയുന്ന സമയത്ത് അല്ല ഓരോ ദിവസം ഇങ്ങനെ കയ്യാളോ ഇതിലേക്ക് ഇങ്ങനെ അടുക്കണല്ലോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തുണ്ടാവും? ഒരു ജാഗ്രത കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്വപ്നം എന്നുള്ള സാധനം നിങ്ങൾ ഈ സ്വപ്നത്തിന് പ്രാധാന്യം കൊടുക്കണം. സ്വപ്നത്തിന് പ്രാധാന്യം കൊടുത്ത് ഡ്രീം എന്താണെന്നുള്ളത് ഒരു 5 സ്വപ്നങ്ങൾ എന്ത് ചെയ്തേക്കണം? നിങ്ങൾ എഴുതി വെക്കണം. 3 സ്വപ്നങ്ങൾ നിങ്ങൾ 2026, 27 ചെറിയ ചെറിയ സ്വപ്നം 2030 നിങ്ങളെ ലൈഫ് സ്റ്റൈൽ എന്താവുന്നത് എഴുതി വെച്ചിട്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ പരിപാടി തുടങ്ങാൻ പറ്റണം. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ രീതി എന്ന് പറയുന്നത്. എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയാണ്. കാരണം വരാൻ പോകുന്ന സാധനത്തിനെ മുൻകൂട്ടി കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? മൂവ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ സ്വപ്നം കണ്ട ആളുകളെ ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇതൊരു വലിയ വിഷനോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഡയറക്ട് സെല്ലിങ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നേടിയെടുത്ത ആളുകൾ, വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു എന്താ പറയാ വലിയ രീതിയിനകത്തേക്കുള്ള സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ള ആളുകള് നേടിയെടുത്ത അവരോടുള്ള എക്സ്പീരിയൻസ് ഷെയറിങ് ചോദിച്ച സമയത്താണ് അവര് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് തന്നെ പറയാം. നമ്മൾ ഇന്നത്തെ ഹോണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി, ഹോണ്ട കാറുണ്ട്, ഹോണ്ട സിറ്റി കാറുണ്ട്, ഹോണ്ട ബൈക്ക് ഉണ്ട്, ഒരുപാട് സ്ഥാപനം ഉണ്ട്. ഇതിന്റെ ഒരു ഓണർ ഒരു ഇന്റർവ്യൂ ചെയ്ത ഒരു പഴയ ഒരു ഇപ്പോഴൊന്നല്ല കുറെ കാലം പഴയ അതിന്റെ ഓണർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. അയാൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഞാൻ കേട്ടിരുന്നു. ഞാനൊരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിനകത്ത് കേട്ടിരുന്നു. അയാളോട് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു ബുക്കിനകത്ത് വന്നിരുന്നു. കാരണം അയാളോട് ഇന്റർവ്യൂ ചെയ്ത് അയാൾ ലോകത്തിലെ ഏറ്റവും നല്ല രീതിയിനകത്തേക്കുള്ള വാഹന മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹോണ്ടന്റെ ഓണർ. ഹോണ്ടൻ ആ ഓണറോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളെ ലൈഫിനകത്ത് നിങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവിച്ച സമയത്ത് നിങ്ങൾ എന്തായിരുന്നു, നിങ്ങളെ മെയിൻ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ വാക്കാണ്, എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ഭൂമിയിൽ ആരും വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുന്നത്, വണ്ടി ഓടിച്ചു പോകുന്നത് കാണുന്നില്ല. ഏത് വണ്ടി കാറിനകത്തും ബൈക്കിനകത്തും ഒന്നും യാത്ര ചെയ്യുന്ന രീതി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത് എന്റെ ലൈഫിനകത്ത് ഭയങ്കര സ്വപ്നമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ കഠിനമായിട്ട് അധ്വാനിച്ചു. പിന്നീടാണ് പുള്ളി വലിയൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം റൺ ചെയ്തുകൊണ്ട്, കാരണം ഒത്തിരി ബാങ്ക് ലോണോട് കൂടിയിട്ടാണ് അയാൾ എന്ത് ചെയ്തത്, വലിയൊരു സ്ഥാപനം തുടങ്ങിയത്. ആ സ്ഥാപനം ഒരു തീപിടുത്തത്തിനകത്ത് എന്ത് ചെയ്തു, കംപ്ലീറ്റ് നശിച്ചുപോയി. നശിച്ചു പോയ സമയത്ത് മൈ ഫ്രണ്ട്സ് അയാളെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു നിമിഷമാണ് ഇത്, കാണാൻ പറ്റിയത് ഇനി കാണാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. വൈഫിനെ വിളിച്ചിട്ട് രാത്രി വിളിച്ചിട്ട് ഉറക്കത്തിലാണ് ഇയാളെ സ്ഥാപനം ഇങ്ങനെ
ഇങ്ങനെ തീ കത്തുന്നത് കാണുന്നത്. എന്തോ ഒരു സർക്കുലേഷൻ വന്നിട്ട് എന്തോ ഒരു ഇലക്ട്രിക് സർക്കുലേഷൻ എന്തോ ഒരു സർക്കുലേഷൻ വന്നിട്ട് തീപിടുത്താൻ നടക്കുക. ആ സമയത്ത് വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു സീൻ ഇനി നമ്മളെ ജീവിതത്തിനകത്ത് ഒരിക്കലും കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും ഒന്ന് കണ്ടേക്കുന്നത്. എന്നിട്ട് അയാൾ പാപ്പറായി, 100% പാപ്പറായി നിന്ന സ്ഥലത്ത് നിന്നാണ് അയാൾ എന്ത് തുടങ്ങുന്നത്, ഒരു സൈക്കിൾ ഉണ്ടാക്കുന്നത്. സ്വന്തമായിട്ട് സ്കില്ല് യൂസ് ചെയ്തിട്ട് ഒരു സൈക്കിൾ ഉണ്ടാക്കി അയാൾ എന്ത് അതിന് വേണ്ടി ഒരു മോട്ടർ ഘടിപ്പിച്ചിട്ട് ആ മോട്ടർ വെച്ചിട്ട് ഒരു സൈക്കിൾ പോലത്തെ സാധാ സൈക്കിളിന്റെ മുകളിൽ ഒരു മോട്ടർ വെച്ചിട്ട് സൈക്കിളിന്റെ മൂവ് വയ്ക്കുന്ന ഒരു സാധനം ഇറക്കിയത്. പക്ഷെ ആ സാധനത്തിന്റെ മുകളിലാണ് അയാൾ ക്ലിക്കാകുന്നത്. അതും ഒരു 4-5 ഫെയിലിയറിന് ശേഷമാണ് ബഡിയർ ഫ്രണ്ട്സ് അയാളെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യണത്, സക്സസ് ഉണ്ടാകുന്നത്. അതും സക്സസ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്ന അയാൾ 50 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷമാണ്. സോ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പം ഇതുപോലൊരു 1000കണക്കിന് ആളുകളെ സ്റ്റോറി ഉണ്ട്. ഈ സ്റ്റോറിയിലൊക്കെ ഇവർ പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ, നമുക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇനി ഈ സാധനം ഞാൻ മുഖേനായിരിക്കണം അറിയപ്പെടേണ്ടത്. എനിക്ക് അതിനുള്ള സ്കില്ലും കഴിവുണ്ട്. അതുകൊണ്ട് ഒരു 10 വർഷം കഴിയുന്ന സമയത്ത്, 20 വർഷം കഴിയുന്ന സമയത്ത് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റ് എവിടെ എത്തി നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായിട്ടുള്ള പിക്ചർ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, 2030 എന്ന് പറഞ്ഞൊരു വർഷമുള്ള സമയത്ത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററിനകത്ത് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ കമ്പനിനകത്ത് നിങ്ങൾ ഏത് പൊസിഷനകത്ത് ഉണ്ടാകണം, നിങ്ങളെ വരുമാനം ഏത് രീതിയിനകത്ത് ഉണ്ടാകണം, നിങ്ങളെ ജീവിതത്തിനകത്തുള്ള എന്തൊക്കെ ഡ്രീംസുകൾ നിങ്ങൾ 2030 ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പണിയെടുക്കാൻ പറ്റും. ഓനാണ് യഥാർത്ഥത്തിൽ വിജയി, ഓനെ വിജയിക്കുള്ളൂ. എല്ലാത്ത ആളുകളും എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് ലൈഫിനകത്ത് ഒരു പറ്റ ആളുകൾ ജീവിതത്തിൽ വിജയിക്കുന്നു, ഒരു പറ്റ ആളുകൾ ജീവിതത്തിൽ ഫെയിലിയർ ആവുന്നു. ഇത് ഫോളോ ചെയ്ത് ഇതിന് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് നാളെ ഒരു മില്യണറും ഒരു ട്രില്യണറും ആകാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേക്കൂടെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക കാര്യം, സ്വപ്നമില്ലാതെ ബിസിനസ്സിന് മുന്നോട്ട് ഉണ്ടാകാൻ പറ്റില്ല. രണ്ടാമത് വേണ്ട ഒരു സാധനം, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സാധനം എന്താണ്, ഈ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി പ്രയാസം, നേരത്തെ ഞാൻ പറഞ്ഞു, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. ഈ പ്രതിസന്ധിനെ മറികടക്കാൻ എന്ത് വേണം, നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മെന്റർ വേണം. കാരണം ഇതിനൊക്കെ പ്രയാസങ്ങൾ, കാരണം നമ്മൾ എടുക്കുന്നത് ജീവിതത്തിൽ വലിയൊരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് സ്ട്രഗിൾസുകൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതിനെ ഒറ്റയ്ക്ക് നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിനകത്തേക്ക് അതിനെ മാനേജ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റൂല. പക്ഷെ അതിനകത്തൊരു വ്യക്തമായിട്ടുള്ള ഒരാളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. കുറെ നമ്മൾ ആലോചിച്ച പല ആളുകളും സംസാരിക്കുമ്പോൾ പറയുന്നേക്കും, എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു ഭയങ്കര ഒരു സമാധാനം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതൊക്കെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനോട് പോയിട്ട് നമുക്കുള്ള ഒരു പ്രയാസമായി കഴിഞ്ഞാലും, നമ്മൾ സന്തോഷമുള്ള കാര്യമായി കഴിഞ്ഞാലും, അദ്ദേഹത്തിനോട് പോയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട്. സോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, നിങ്ങളെ പ്രയാസങ്ങളും നിങ്ങളെ ഹാപ്പിനെസ്സും നിങ്ങളൊരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് പറയാൻ പറ്റിയിട്ടുള്ള ഈ ബിസിനസ്സിനകത്ത് ഒരു മെന്ററെ കണ്ടെത്തുന്നത് അത്യാവശ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് അത് കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് ഈ ബിസിനസ്സിനകത്ത് അത്യാവശ്യമാണ്. മെന്റർഷിപ്പ് ഉള്ള ആളുകൾക്ക് ഈ ബിസിനസ്സിനകത്ത് കൂടെ ഹയർ ലെവലിലേക്ക് കുതിക്കാൻ പറ്റും. കാരണം നമ്മളെപ്പോഴും നമ്മൾ മൂവ് ചെയ്യുന്ന പാത കറക്റ്റ് ആണോ, നിങ്ങൾ പോകുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാൻ പോയിട്ടുള്ള ഒരാള് ഗൈഡ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോ ഇവിടുന്ന് ഒരു വഴിക്ക് പോവാണ്, കോഴിക്കോടേക്ക് ഇന്ന് വരെ ആരും പോയിട്ടില്ല. ഒരു വ്യക്തി കോഴിക്കോട് പോയി വന്നപ്പോ മനസ്സിലായി, ഇന്ന രീതിയിൽ ഇന്ന സൈഡിൽ കൂടെ ഇന്ന ഭാഗത്തെ കൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് കോഴിക്കോട് എത്തും. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, പലപ്പോഴും പല സംഭവത്തിനകത്തും നമ്മൾ കൊണ്ടുപോകാറുണ്ട് ആൾക്കാരെ എവിടേക്ക്. ഇപ്പൊ നമ്മൾ എനിക്കറിയാൻ പറ്റും, ഗംഗാ ഹോസ്പിറ്റല്, കോയമ്പത്തൂരുള്ള ഒരു ഹോസ്പിറ്റലാണ് ഗംഗാ ഹോസ്പിറ്റൽ. ഈ ഗംഗാ ഹോസ്പിറ്റലിലേക്ക് എന്നെ പലതവണ പല ആളുകളും കൊണ്ടുപോയിട്ട്, ഇപ്പൊ ഞാൻ അതിന് പോകാറില്ല, മേഖല മാറിയതുകൊണ്ട്. അന്ന് ഞാൻ ഡ്രൈവിംഗ് ഫീൽഡിലായ സമയത്ത് ഗംഗാ ഹോസ്പിറ്റലിൽ പലപ്പോഴും എന്നെ വിളിച്ചിട്ട് പല ആൾക്കാരും പോകാറുണ്ട്. കാരണം എന്താ, ഞാൻ ഗംഗാ ഹോസ്പിറ്റലിൽ ഒരു 4-5 പോക്ക് പോയി എന്നുള്ളത് എന്റെ നാട്ടിലുള്ള ആൾക്കാർ അറിഞ്ഞ സമയത്ത്, പിന്നെ ഗംഗാ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് അൽത്താഫിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, അൽത്താഫ് പോകുന്നതാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൂട്ടി ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ,
ഞാൻ ആ വഴി എനിക്കത് പോയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ വഴി തെറ്റൂല. ഇതെന്താണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. എന്താണ്? ഒരു വ്യക്തി ബിസിനസിനകത്ത് കൂടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു പാത ഒരു ടി സിക്ക് പിന്തുടരാൻ എളുപ്പമാണ്. കാരണം എന്താ? ആ എസ് ടി സിന്റെ എന്ത് പിടിച്ചാൽ മതി, ആ എസ് ടി സി നിങ്ങൾ മെന്ററായിട്ട് കണ്ടാൽ മതി. ഒരു എ ടി സി, ഡി ടി സി, സെഡ് ടി സികൾ വരെ നിങ്ങൾ ഒരു അപ്ലൈഡ് മെന്ററുമായിട്ട് ഒരു എസ് ടി സിയുമായിട്ട് ഒരു മെന്റർഷിപ്പ് വളരെ വ്യക്തമായിട്ട് ഫോളോ ചെയ്യാം. അതിന്റെ മുകളിലുള്ള ആളുകൾക്ക് എസ് ടി സികൾക്ക്, ആർ ടി സികൾക്ക്, എൻ ടി സി, ഇങ്ങനെ ഈ ലെവലിലേക്ക് എന്ത് ചെയ്യാം പോയി കഴിഞ്ഞാൽ ഈ ബിസിനസിനകത്ത് രണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പക്ഷേ നിങ്ങളെ പിൻ ലെവൽ കറക്റ്റോ, ചിലപ്പോ നിങ്ങൾ എൻ ടി സി ആയിരിക്കും, നിങ്ങൾ അപ്ലൈൻ എൻ ടി സി ആയിരിക്കും, നിങ്ങൾ സി ടി സി ആയിരിക്കും, അപ്ലൈൻ സി ടി സി ആയിരിക്കും, ഐ ടി സി ആയിരിക്കും, ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ അയാൾക്ക് ഈ ബിസിനസിനകത്തുള്ള വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ അപ്ലൈ. ഒരു ദിവസം ഈ ബിസിനസിനകത്ത് നിങ്ങളെ മുന്നേ വന്നിട്ടുള്ള വ്യക്തിയാണ് ആര്? ഒരു മണിക്കൂർ മുന്നേ വന്നിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ അപ്ലൈൻ. അതുകൊണ്ട് അത് എന്നും അപ്ലൈൻ ആണ്. അതുകൊണ്ട് ആ അപ്ലൈന്റെ മെന്റർഷിപ്പ് കൂടെ വളരുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബിസിനസിനകത്ത്. പലപ്പോഴും പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാറില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മളെ ഈഗോ കോംപ്ലക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. തൽക്കാലം മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു വലിയൊരു ഓർഗനൈസേഷനും വലിയൊരു ബിസിനസ്സും ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ കെട്ടിപ്പടുക്കണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റണം. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ട്രഡീഷണൽ ബിസിനസിനേക്കാളും എന്നുള്ളത് പറഞ്ഞത്. ഈ ഡിഫറൻസുകളാണ് ഇതിനകത്ത് കാണിക്കുകയാണ്. കാരണം നമ്മൾ മേക്ക് ചെയ്യുന്നത് ജനങ്ങളുമായിട്ടാണ്, പീപ്പിൾസുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ്, ആളുകളുമായിട്ടാണ് നമ്മൾ മിങ്കിൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പല ആറ്റിറ്റ്യൂഡുകളും പല ക്യാരക്ടറുകളും പല സ്വഭാവമൊന്നും ഈ ബിസിനസ്സിനകത്ത് പറ്റൂല. അതുകൊണ്ട് അതിനെ കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ട് പുതിയ ഒരു വ്യക്തിയായിട്ട് ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റും. അതിനുള്ള ട്രെയിനിങ്ങും ടീച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ലീഡേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കും. പക്ഷെ നമ്മൾ മാറാൻ തയ്യാറാകണം. പലപ്പോഴും ഈ ട്രെയിനിങ് കംപ്ലീറ്റ് കിട്ടിയുള്ള വ്യക്തികളൊന്നും ജീവിതത്തിൽ മാറിയിട്ടില്ല. കാരണം എന്താ? ജീവിതത്തിൽ മാറാത്തത് ട്രെയിനിങ് കേൾക്കുന്നത്. ഞാൻ പലപ്പോഴും പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ട്രെയിനിങ്ങിനകത്ത് ഒരു വ്യക്തിനെ കൊണ്ടുപോയി ഇരുത്തുന്ന സമയത്ത് നമ്മളെ ടീമിനകത്ത് നിന്ന് എല്ലാവരും നമ്മൾ അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നിട്ട് നമ്മൾ ബാക്ക് പോയിരിക്കും. കുഴപ്പമൊന്നുമില്ല, ബാക്കിൽ ഇരുന്നാലും ശരി. ഇത് കംപ്ലീറ്റ് പൂർണ്ണതയോടുകൂടി നമ്മളും കേൾക്കും. നമ്മളെന്താ കരുതുക? നമ്മളെ ആൾക്കാരെ എന്റെ ടീമിനകത്ത് ഓർത്ത് 1 ഇത്ര ആൾ അവിടെ ഉണ്ട്, ഓർത്ത് 2 ഇത്ര ആൾ ഇവിടെ ഉണ്ട്, ഞാൻ ഫ്രീ. ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യണ്ട, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഞാൻ ഹാപ്പി. ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഓരോ 2 ആൾക്കാരും നോക്കിക്കോളും, ഞാനൊക്കെ പഠിച്ചവനാണ്. ഈ ഒരു കാഴ്ചപ്പാട് മാറ്റിയിട്ട് അവരെ കൂടെ അവരിയ്ക്കണ അതേമാതിരി പെന്നും ബുക്കും ആയിട്ട് അവിടെ ഇരിക്കുക, എന്നിട്ട് പഠിക്കുക. ഏതുവരെ? നിങ്ങളെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം ഈ ബിസിനസ്സിനകത്ത് എന്നെത്തണോ അന്ന് വരെ എന്നുള്ളത് ഞാൻ പറയും. നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് കൂടെ ആവശ്യം 5 ലക്ഷമാണ് പ്രതിമാസം, അതുവരെ മതി. 10 ലക്ഷമാണോ? 10 ലക്ഷം കിട്ടുന്നത് വരെ. 1 കോടിയാണോ? 1 കോടി കിട്ടുന്നത് വരെ. 1 ലക്ഷം കിട്ടുക, 2 ലക്ഷം ആക്കണമെങ്കിൽ വീണ്ടും പഠിക്കണം. ഇതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് വേണ്ടത്. ഒരു ടീച്ചിങ് മെന്റാലിറ്റി ഈ ബിസിനസ്സിനകത്ത് വളരെ മസ്റ്റാണ്. അതില്ലാത്തൊരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ബിസിനസ്സിനകത്ത് പല ആളുകൾ ഈ ബിസിനസ് കുറച്ചു കാലം ചെയ്യും, ബിസിനസ്സിനകത്ത് പോകും. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു കാര്യമുള്ളതുകൊണ്ട്. ഇതൊന്നും പഠിക്കാൻ തയ്യാറാവില്ല, സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ തയ്യാറാവില്ല, സ്വപ്നങ്ങൾ പറയുമ്പോൾ ചുരുക്കും കുത്തറ്റ് സ്വപ്നം കാണേ എന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാവും. 2, നമ്മളെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ക്വാളിറ്റിയും ഇതൊന്നും മാറ്റാൻ നമ്മൾ തയ്യാറാവില്ല. അതൊന്നും ഈ ബിസിനസ്സിനകത്ത് പറ്റൂല. ഇതൊക്കെ മാറ്റിയിട്ട് ജീവിതത്തിനകത്ത് വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ബിസിനസ് വിജയിക്കുള്ളൂ. കാരണം ഇവിടെ പൈസ അല്ല കൊണ്ടേ ഇറക്കേണ്ടത്. പൈസ ഇറക്കി ബിസിനസ് ചെയ്യേണ്ട ട്രഡീഷണൽ ബിസിനസ്സാണ്. ഈ ബിസിനസ് പൈസ ഇറക്കി ചെയ്യുന്ന ബിസിനസ് അല്ല. ഇത് ക്വാളിറ്റി മാറ്റിയിട്ട് ക്യാരക്ടർ മാറ്റിയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു ബിസിനസ്. കാരണം പീപ്പിൾ മേക്കിംഗ് ബിസിനസ് ആണ്. ആളുകളുമായിട്ട് വളരെ നല്ല ഇടപഴക്കത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് ഈ ബിസിനസ്. അതുകൊണ്ടാണ് ഈ ബിസിനസ്സിനകത്ത് കമ്പൽസറിയാണ് ഒരു മെന്റർഷിപ്പ് ഈ ബിസിനസ്സിനകത്ത് വളരെ മസ്റ്റാണ്. ഈ മെന്റർഷിപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്ക് ഒരാളെ മെന്ററാക്കി വെക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ഏറ്റവും വിനയനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറി എന്നുള്ളത് ഞാൻ പറയും. പ്രോപ്പർ മെന്റർഷിപ്പിനകത്ത് കൂടി ഈ ബിസിനസ്സിനകത്ത് ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രോപ്പർ കറക്റ്റ് ഗൈഡൻസോട് കൂടി മെന്റർഷിപ്പോട് കൂടിയിട്ട് ഒരു വ്യക്തി ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അയാൾ ഏറ്റവും
വലിയ വിനയത്തുള്ള ഒരു മനുഷ്യൻ. അയാൾ ഈ ബിസിനസ്സിനകത്ത് കൂടെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ട്സും ഇല്ല. അയാൾ ഏറ്റവും നല്ല രീതിയിനകത്തുള്ള അച്ചീവ്മെന്റ്സിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ട്സും ഇല്ല. മെന്റർഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് മനസ്സിലാക്കുക, മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈൻ എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് പോയിട്ട് ഇരിക്കുന്ന സാധനമല്ല മെന്റർഷിപ്പ്. മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലൈന്റെ സമയം കണ്ടിട്ട് അപ്ലൈന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് നിങ്ങളെ ബിസിനസ്സുമായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു മാസത്തിൽ ഒരിക്കൽ ഇരുന്നിട്ട് ക്ലിയർ ചെയ്യുന്ന സാധനമാണ് മെന്റർഷിപ്പ്. മാസത്തിൽ ഒരിക്കൽ അപ്ലൈനെ വിളിച്ച് അപ്ലൈൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈനായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ബിസിനസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് സംസാരിച്ചിട്ട് ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ട് പോരുന്നതാണ് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം. അതല്ലാതെ അപ്ലൈൻ ഇപ്പൊ പറയാണ് ഞാൻ നാളെ മഞ്ചേരിക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ മലപ്പുറത്തേക്കാണ്ട് വരുന്നുണ്ട്, ആ മലപ്പുറത്തേക്ക് കയറി വരുന്നുണ്ടോ, എന്നാൽ ഞാൻ എന്ത് ചെയ്യാം, എന്നാൽ നമുക്ക് 1 മണിക്കൂർ ഇരിക്കാം, ഒരു 1.5 മണിക്കൂർ ഇരിക്കാം. ഇതിന് മെന്റർഷിപ്പ് എന്നറിയില്ല, അതുകൊണ്ട് സൗകര്യത്തിന് ഇരിക്കണ ഇരുത്തം അറിയും. നമ്മളെ സൗകര്യത്തിന് ഇരിക്കണ ഇരുത്തം അറിയും. ആ ഇരുത്തത്തിലൊന്നും എന്തില്ല. ഇതിന്റെ 100% ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മെയിൻ ഓറിയന്റഡ് ബിസിനസ് ആണ്. മെയിന്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, ഒരു തരം നല്ല രീതിയിനകത്തേക്ക് മെയിന്റിനെ മാറ്റിയെടുക്കാൻ പറ്റണം. ഒരു പ്രോപ്പർ ചാനലിലേക്ക് ഈ ബ്രെയിനെ കൊണ്ടുപോകാൻ പറ്റണം. അവിടെയാണ് ഇതൊക്കെ ആർക്കാ ചെയ്യാൻ പറ്റുക. 3 കാര്യങ്ങളില്ലാത്ത വ്യക്തികൾക്കാണ്. ഒന്ന് കോംപ്ലക്സ് ഉണ്ടാവില്ല, ഈഗോ ഉണ്ടാവില്ല, 2 എന്തുണ്ടാവില്ല, കുശുമ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. പല ആളുകൾക്കുണ്ട്. ഇതിലുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവില്ല. ഞാൻ പുറമത്തെ കാര്യമാണ് പറയണത്. ഇതിലുള്ള ആൾക്കാർക്കൊക്കെ അതൊന്നും ഇതിലുള്ള ആൾക്കാരൊക്കെ അത് മറന്നിട്ടുള്ള സംഭവം. ഈ കുശുമ്പും വൈരാഗ്യം ഞാൻ പറഞ്ഞില്ല, ഈഗോ, കോംപ്ലക്സ്, ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് മലയാളത്തിൽ പറയുമ്പോൾ, അത് ഇംഗ്ലീഷ് പറയുമ്പോൾ വേറെ എന്നുള്ളതാണ്. ഈ സാധനത്തിനെ കംപ്ലീറ്റ് മാറ്റാൻ തയ്യാറാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ബിസിനസ്സിനകത്ത് ക്രിയേറ്റ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും മീഡിയ എഫർട്സ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മളെ മുന്നിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് ഒരു വ്യക്തി സക്സസ്ഫുൾ ആകുന്നത് എങ്ങനെയാണ് വലിയൊരു ഹ്യൂജ് ഡെവലപ്മെന്റ്സിലേക്ക് എത്തുന്നത്, ഹ്യൂജ് അച്ചീവ്മെന്റ്സിലേക്ക്, ഹ്യൂജ് ഡെവലപ്മെന്റ്സിലേക്ക് എത്തുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനം പ്രൊമോട്ട് ചെയ്യൽ എന്ന് തുടങ്ങണോ അന്ന് മുതലാണ് അയാൾ ഏറ്റവും വലിയ സക്സസിലേക്ക് പോകുന്നത്. കാരണം നമ്മൾ മെയിൻലി നമ്മൾ ക്ലിയർ ചെയ്തു, വ്യക്തമായിട്ട് സ്വപ്നങ്ങൾ നമ്മൾ എഴുതി വെച്ചു, നമ്മളെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് നമ്മൾ മാറ്റി, നമ്മളൊരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ക്രിയേറ്റ് യു ആർ ദ ബെസ്റ്റ് കസ്റ്റമർ കമ്മ്യൂണിറ്റി. മനസ്സിലായോ? നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. വാട്ട് ഈസ് ദിസ് ബെസ്റ്റ് കമ്മ്യൂണിറ്റി? ബെസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് അറിയാൻ പറ്റും, പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്മ്യൂണിറ്റിയും അതേ സമയത്ത് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം, ദ സെയിം ടൈം നെറ്റ്വർക്കിനകത്ത് ബിൽഡ് ചെയ്യാൻ പറ്റിയുള്ള കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ സാധനമാണ് ഒരു ബെസ്റ്റ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ മനസ്സിൽ നമ്മളെ ക്വാളിറ്റി ക്യാരക്ടറൊക്കെ മാറിയിട്ട് നമ്മൾ ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ബിസിനസ്സിനകത്ത് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് പോകും. വലിയ അച്ചീവ്മെന്റ്സിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏക സംഭവമാണ് പ്രോഗ്രാം പ്രൊമോട്ടർ. നമ്മൾ ഈ ബിസിനസ്സിനകത്ത് മനസ്സിലാക്കുക, ഒരു ഇന്റർനാഷണൽ പ്രൊമോട്ടറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും, പ്രോഗ്രാം പ്രൊമോട്ടറായിട്ട് മാറാൻ പറ്റും. ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ. ഇപ്പൊ രാവിലെ നടക്കുന്ന ഈ ഐഫ്ലൈ മീറ്റ്, ഇത് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 500 ആക്കിയിട്ടുണ്ട്. 500 ആക്കി കയറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും പടം കൂടി തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിനകത്ത് ഉറച്ചു നിന്നാൽ നമുക്ക് 500 ആക്കാം. ഇത് നടക്കുന്ന സംഭവം. കാരണം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇതിനകത്ത് ഇപ്പൊ നാളെ പറയാണ്, ഇതേ സൂം ലിങ്കിനകത്ത് നാളെ പറയാണ്, നാളെ നമുക്ക് വരാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ഹ്യൂജ് ലെവലിലേക്കുള്ള ഒരു വ്യക്തിയാണ്. സോ ആൻഡ് സോ ഏത് വ്യക്തികൾ ഒരു പക്ഷെ ഇന്ന് വരെ കാണാത്ത ഒരു വ്യക്തിയാണ്. അയാൾ ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നാളത്തെ ലിങ്ക് തയ്യൂല, 500 തയ്യൂല, 1000 തയ്യൂല. മനസ്സിലായോ? ആ രീതിയിനകത്തേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അതൊരു വൺസ് പ്രൊമോട്ടറാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആ പ്രൊമോഷന്റെ ആവശ്യമല്ല വേണ്ടത്, കണ്ടിന്യൂസ് പ്രൊമോഷൻ വേണം. ഏതൊരു ലീഡറാണ് നാളെ ക്ലാസ് എടുക്കാൻ പോകുന്നത്, ആ ലീഡറെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാമിനകത്തേക്ക് നമ്പേഴ്സിനെ കയറ്റാൻ നമുക്ക് കഴിയണം. അത് ചെയ്യാൻ പറ്റണമെങ്കിൽ വലിയ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഒരു വ്യക്തി വിജയിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഓർഗ് 1, ഓർഗ് 2 നകത്തുനിന്ന് ഡെയിലി ഓരോ പ്രോഗ്രാമിനകത്തും, കാരണം നമുക്ക് ഒരാഴ്ചയിൽ കണ്ടമാനം പ്രോഗ്രാംസുകളുണ്ട്,
ഓരോ ഏരിയ ബേസ് ചെയ്തിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസുകളാണ്. എല്ലാ പ്രോഗ്രാം എല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പൊ ഓരോരുത്തർക്ക് ഏരിയ ബേസ് ടീം എവിടെ വെച്ചാൽ ടീമുള്ളടത്ത് പ്രോഗ്രാം പറ്റും. പക്ഷെ ആ പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ടീമുണ്ടോ ആളുണ്ടോ ആ ഏരിയയിൽ എന്ത് ചെയ്യണം? 10 സ്ഥലത്ത് പ്രോഗ്രാം നടക്കുന്നുണ്ട്, 10 സ്ഥലത്ത് നിങ്ങൾക്ക് ടീമുണ്ട്, 10 സ്ഥലത്ത് പോകണം, 10 സ്ഥലത്തും ആളുകളെ പ്രോഗ്രാമിനകത്ത് കയറ്റണം. കാരണം നിങ്ങളെ ബിസിനസ് ഹ്യൂജ് ലെവലിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, പ്രോഗ്രാം ഏതായിക്കോട്ടെ കണ്ണു മുറുകി ചിമ്പി പ്രൊമോട്ട് ചെയ്യപ്പെടും. ഒരു ഇന്റർനാഷണൽ പ്രൊമോട്ടറായിട്ട് മാറും. പ്രോഗ്രാമിനകത്ത് അവർക്കാണ് ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കാം, നിങ്ങളെ ഇൻകം എത്ര വേണമെങ്കിൽ നിങ്ങൾ നാളെ ഇല്ലെങ്കിലും, നിങ്ങളെ ഈ ഭൂമിനകത്ത് നിങ്ങൾ നാളെ ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു ഓൺ ഗോയിങ് ഇൻകം വരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, മീറ്റിംഗ് സെന്ററിലേക്ക് നിങ്ങൾ ഇല്ലെങ്കിൽ ആൾക്കാർ കയറി വരുന്ന പൊസിഷനകത്ത് കിടക്കണം. അത് ഒരു സുപ്രഭാതത്തിലാകുന്ന സാധനമല്ല, അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സാധനം. അത് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം മസ്റ്റ് ആയിട്ട് വേണം. അതിനാണ് ആ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഏത് ഇപ്പൊ പറഞ്ഞ എല്ലാ സാധനം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത് ഞാൻ അതാണ്. ആ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ആവശ്യം. ആ ക്വാളിറ്റിയിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ക്വാളിറ്റി നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എന്തെങ്കിലും ബിൽഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മള് എന്തുകൊണ്ട് ആളുകൾ പ്രോഗ്രാമിനകത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഏക കാഴ്ചപ്പാട് ഇത്ര മാത്രമേ ഉള്ളൂ. അയാൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ബിസിനസിനകത്തുള്ള ഒരു ബെറി സ്റ്റാർ ആയിക്കോട്ടെ, ഈ ബെറി സ്റ്റാർക്ക് ഓർക്ക് 1 ഓർക്ക് 2 ഒരു 4-5 പേരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ ബിസിനസ് അല്ല ചെയ്യണത്. ഒരു ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു 10 ആളുകളുമായിട്ട് ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈ ബിസിനസിനകത്ത് കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ബിസിനസ് അല്ലാന്ന് ഞാൻ പറയും. 10 ആളുകളായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ കണക്ടിവിറ്റി ഉണ്ടാക്കിയിട്ട് 10 ആളുകളെ മീറ്റിംഗിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഈ ബിസിനസിനകത്ത് ഒരു ടീം കോർഡിനേറ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെ 10 ആളുകൾ ഓർക്ക് 1 ഓർക്ക് 2 10 ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളെ വരുമാനം ഓട്ടോമാറ്റിക്കലി 2000-3000 ഒക്കെ ഉണ്ടാവും ആഴ്ചയിൽ. നിങ്ങൾ ഓർക്ക് 1 10 ഓർക്ക് 2 10 ആളടിക്കും എല്ലാ GPS-നും കൊണ്ടുവരി. ഓരോ ആഴ്ചയിൽ നിങ്ങളെ വരുമാനം 5000, 4000, 3000 ഒക്കെ കിടക്കും. മാസത്തിൽ നിങ്ങളെ വരുമാനം 15000, 15000, 20000-ലേക്കൊക്കെ എത്തും. 10 12 ആക്കുക, 12 14 ആക്കുക, 14 20 ആക്കുക, 20 25 ആക്കുക. അതാണ് ഞാൻ പറഞ്ഞത് പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ്. അതാ അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കാരണം പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാ. പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ ഞാൻ ഓപ്പൺലി പറയും വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മീറ്റിങ്ങിനകത്ത് ഇങ്ങനെ വരാൻ പോവാം. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ നെടുത്തൂണാണ് മീഡിയ ഫ്രണ്ട്സ്. അത് പ്രത്യേകിച്ച് എസ്പെഷ്യലി GTS. ഇപ്പൊ നമുക്കറിയാൻ പറ്റും മലപ്പുറം GTS കഴിഞ്ഞ ആഴ്ച നമുക്ക് ചില സാങ്കേതിക കാരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്ത ആഴ്ച നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് GTS-നകത്തേക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ നിൽക്കാൻ ഇരിക്കാൻ പറ്റൂല. അവിടെ പ്രത്യേകിച്ച് ഒരു ഗസ്റ്റ് ഒക്കെ വരുന്നത് തന്നെ അവിടെ ഒരിക്കലും നിൽക്കാൻ പറ്റൂല. ഈ ഒരു സാധനത്തിനകത്തേക്ക് നിങ്ങൾക്ക് കണ്ണു മുറുക്കി ചിമ്പി പ്രൊമോട്ട് ചെയ്തിട്ട് ആളുകളെ വണ്ടി പിടിച്ച് അവിടെ എത്തിക്കാൻ പറ്റുന്നത് ഇതാണ് ഈ ബിസിനസ്സിനകത്ത് എടുക്കുന്ന കമ്മിറ്റ്മെന്റ്, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ GTS-നകത്ത് നിങ്ങൾ ഒരു TC ആണെന്നുണ്ടെങ്കിൽ വണ്ടി പിടിച്ച് അതിന്റെ താഴത്തേക്ക് ആൾക്കാർ എടുത്തിട്ട് പെറുക്കി കൊണ്ടുപോയിടണം അതിൻ്റെ ഉള്ളിൽ. കാരണം അതൊരു പ്രത്യേക എനർജിയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് GTS നടക്കുന്ന സ്ഥലമാണ് മലപ്പുറം. നമ്മളെ മുന്നിൽ കണ്ണൂർ ഏറ്റവും നല്ല GTS, തൃശ്ശൂർ നല്ല GTS ആണ്. പക്ഷെ ഏറ്റവും ക്രൗഡ് കൂടിയ GTS നടക്കുന്നത് ഇന്ന് മലപ്പുറത്താണ്. അത് കഴിഞ്ഞാൽ തൃശ്ശൂർ, കണ്ണൂര്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ സ്ഥലത്തൊക്കെ നമുക്ക് ബിസിനസ് ഉണ്ട്. ഇന്ന് ഞാൻ ഓപ്പൺലി പറയും, ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സും TC എന്റർപ്രൈസിന്റെ ലീഡേഴ്സ് കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കിന്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളൊക്കെ ബിസിനസ് ഹയർ ലെവലിലേക്ക് പോണോ, മീറ്റിങ്ങിനകത്തേക്ക് റെഗുലർ നമ്പേഴ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടേ നിൽക്കണം. അതാണ് ഒരു ലീഡർ ക്വാളിറ്റി. അതാണ് ഒരു ബിസിനസ്മാൻ ചെയ്യുന്ന സംഭവം. ഡയറക്ട് സെല്ലിങ്ങിനകത്ത് അത് ചെയ്താലേ വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് മീറ്റിംഗ് കണ്ണു മുറുക്കി ചിന്തി പ്രൊമോട്ട് ചെയ്യും. നമുക്കൊക്കെ അറിയാൻ പറ്റും, നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. 2026 ഫസ്റ്റ് മന്ത് തന്നെ മുബിൻ സാർ വെച്ചിട്ടുള്ള പ്രോഗ്രാം NTC ബേസ് ചെയ്തിട്ട് ഓരോ ടീമിനകത്തും വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിസാൻ സാറും നമ്മൾ അടങ്ങുന്ന ടീമിനകത്ത് നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ട്, ഇസ്മായിൽ സാർ അടങ്ങുന്ന ഓർഗനൈസേഷൻ്റെ അകത്ത് ഇസ്മായിൽ സാറും പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ട് പ്രൊമോഷൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ ശരിക്കും മനസ്സിലാക്കാം, നിങ്ങൾ ഈ ബിസിനസിനകത്ത്
തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ലെവലിന്റെ ആ സ്റ്റേജിൽ ഉണ്ടാവും? ഒന്ന്, നിങ്ങളെ ടീമിനകത്ത് നിന്ന് എത്ര അച്ചീവേഴ്സിന് ആ പ്രോഗ്രാമിനകത്ത് കേട്ടിട്ടുണ്ട്? രണ്ട്, നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് നിന്ന് എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്യും? ഇതാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ്സിനകത്ത് നോക്കേണ്ടത്. നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കുക, ഞാൻ അടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് ഇത്ര 100, 150, 200, 250, 300 ആളുകളെ ഞാൻ എന്റെ ഓർഗനൈസേഷനകത്ത് പങ്കെടുപ്പിക്കും. രണ്ട്, എന്റെ ടീമിനകത്ത് നിന്ന് ഇത്ര TC പോയിട്ടുള്ള ആളുകൾ, ഇത്ര കാർ അച്ചീവേഴ്സ്, ഇത്ര ബൈക്ക് അച്ചീവേഴ്സ്, ഇത്ര പെർഫോമൻസ് ബോണസ്, ഇത്ര ലോയൽറ്റി ബോണസ് അച്ചീവ് ചെയ്ത ആളുകൾ അവിടെ ഉണ്ടാവും. ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഇനി പിൻ ലെവലിൽ ഞാനും ആ സ്റ്റേജിൽ ഉണ്ടാവും എന്ന് പ്രഖ്യാപിച്ചിട്ട് പണി തുടങ്ങി. ഇതാണ് ഒരു പ്രോഗ്രാം വരുമ്പോൾ ഒരു ലീഡർ എപ്പോഴും നോക്കേണ്ടത്. ഇതാണ് ഒരു പ്രോഗ്രാം വരുമ്പോൾ ഒരു ലീഡർ ഏറ്റവും കൂടുതൽ നോക്കേണ്ടതും അതിനെ ആസ്പെക്ട് ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഇവിടെ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ലീഡേഴ്സിന് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളാണ് ഇത്രയും വലിയ മേജർ മീറ്റിംഗ് ചെയ്തു തരാൻ. ഇപ്പൊ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, പല ആളുകൾക്കും ഉദ്ദേശിച്ച ലെവലിലേക്ക് ഓടിയും ബിസിനസ്സും എത്താത്ത ആൾക്കാരുണ്ട്. പല ആളുകളും നല്ല രീതിയിൽ ബിസിനസ് എത്തുന്ന ആളുകളുണ്ട്. ഈ വരുമാനം നല്ല രീതിയിൽ എത്തുന്ന ആളുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ മനസ്സിലാക്കുന്ന അവരേറ്റവും കൂടുതൽ അവർ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളും അവരെ നമ്പേഴ്സ് മീറ്റിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ പ്രസൻസ് ഞാൻ കാണാറുണ്ട്. അവരടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ കണ്ടെത്തിയ ഒരു സംഭവം നല്ല ഇവിടെ ഡോഗ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഇന്ന് ആളുകൾ ബിസിനസ്സിനകത്ത് കൂടെ വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നത് മീറ്റിങ്ങിനകത്ത് നമ്പേഴ്സ് കയറുകൊണ്ടാണ്. അത് നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷൻ കയറി നിങ്ങൾ സക്സസ്ഫുൾ ആവും. ഞാൻ അടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് കയറി ഞാൻ സക്സസ്ഫുൾ ആവും. നിങ്ങൾ അതാണ് നോക്കേണ്ടത്. ഇത് ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അത് ഞാൻ ബിസിനസ് ഇല്ല, നിങ്ങൾ മാത്രം മീറ്റിങ്ങിനകത്ത് ഇങ്ങനെ ഒന്നും പോയിട്ട് എന്താകാനാ? പക്ഷെ നിങ്ങൾ മീറ്റിങ്ങിനകത്ത് വരുന്നതിന്റെ കൂടെ തന്നെ എത്ര നമ്പേഴ്സ് ഇൻവാൾവ് കൊണ്ടുവരണം. അതാണ് ഒരു വ്യക്തി ബിസിനസ്സിനകത്ത് ചെയ്യേണ്ടത്. ഇതിലേക്ക് മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ കടക്കണം. 2026 ഫസ്റ്റ് മന്തില് നമ്മൾ തന്നെ മേജർ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. മുബീൻ സാറെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനകത്ത് ഞാൻ പറഞ്ഞ ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററി കേരളത്തിൽ മാറുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. എസ്പെഷ്യലി മലബാറിൽ. ആ ഒരു മലബാറിൽ ഏറ്റവും കൂടുതൽ ഹയർ ലെവലിലേക്ക് ബിസിനസ്സിനെ കുതിക്കുന്നതും ബിസിനസ് മാറുന്ന നമുക്കറിയാൻ പറ്റും. ഇന്നു മുതൽ അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നല്ല രീതിയിൽ അച്ചീവ്മെന്റ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ആ പ്രോഗ്രാം ഒരു പൊളി പ്രോഗ്രാം ആയിരിക്കും. അത് ഇസ്മായിൽ സാർ അടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് നടക്കുന്നത്, നമ്മളടങ്ങുന്ന നിഷാന്ത് സാർ അടങ്ങുന്ന ഓർഗനൈസേഷന്റെ, നമ്മളടങ്ങുന്ന ഓർഗനൈസേഷനകത്തൊക്കെ നടക്കുന്ന പ്രോഗ്രാം ഏറ്റവും ബ്യൂട്ടിഫുള്ളും കളർഫുൾ ആയ പ്രോഗ്രാമാണ്. ഇന്ന് വരെ നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. യാതൊരു സംശയവും കരുതണ്ട. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ, നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത്, നിങ്ങൾ ഉദ്ദേശിച്ച ടീമിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവിടെ എത്തണമെങ്കിൽ ഇന്ന് പണിയെടുക്കണം. അതിന് വേണ്ടി ഓരോ മീറ്റ് ഇന്ന് നടക്കുന്ന GTS-നകത്ത് പ്രൊമോട്ട് ചെയ്യണം. ഇന്ന് നടക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമിലൊക്കെ നമ്പേഴ്സിനെ കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ആ പ്രോഗ്രാമിനകത്ത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാം നമ്പർ. പല പ്രോഗ്രാമുകളും നടന്നു. ഇന്നിപ്പോ എനിക്കറിയാൻ പറ്റും, ഇന്നിപ്പം ഇല്യാസ് സാർ നടക്കുന്ന ഓർഗനൈസേഷനകത്ത് ഒരു വലിയൊരു മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട്. 28-ാം തീയതി ഇസ്മായിൽ സാർ നടക്കുന്ന ഓർഗനൈസേഷനകത്ത് ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിന് ആനുപാതികമായിട്ട് നമ്മൾ ആ വലിയ പ്രോഗ്രാമിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പേഴ്സിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആയിട്ട് മാറുന്നതൊക്കെ. ഇങ്ങനത്തെ പല ആളുകളും നിങ്ങൾ ടീം ബേസിൽ എല്ലാവരും ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ഒരു പ്രോഗ്രാമിനകത്ത് 100 കണക്കിന് ആളുകളെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 1000 ആളുകളെ നിറച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്കിത് ചെയ്യാൻ പറ്റും. ലീഡേഴ്സിന് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും സുഖ സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ട ആൾക്കാർ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സംഭവത്തിന് ശരിക്കും ഏറ്റെടുക്കുക. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു 5 വർഷം ബാക്കിലേക്ക് ചിന്തിച്ചു നോക്കുക. 5 വർഷം ബാക്കിൽ നിന്ന് മുന്നോട്ട് ചിന്തിച്ചു നോക്കുക. നിങ്ങളെ ജീവിതത്തിനകത്ത് നിങ്ങൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ, നിങ്ങൾ കഴിഞ്ഞ 5 വർഷം 10 വർഷം മുന്നെടുത്ത തീരുമാനം, അന്ന് നിങ്ങൾ ചെയ്ത വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നിങ്ങളെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ ജീവിതത്തിനകത്ത് അടുത്തൊരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ ഇന്ന് പണിയെടുക്കണം. ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. അങ്ങനെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കാണുമ്പോൾ ഫ്രണ്ട്സ് എന്തുണ്ടാകാം? അങ്ങനത്തെ ഒരു വ്യക്തിയെ മാറുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തി ഞങ്ങൾ 5 വർഷം ബാക്ക് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ എൻജോയ് ചെയ്യണത്. 5 വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ജീവിതത്തിനകത്ത് നമ്മൾ എവിടെ എത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് പണിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ട്സ് നിങ്ങൾ ഇറങ്ങി. ഒരു കാര്യം എനിക്ക് ഗ്യാരണ്ടി ചെയ്ത് തരാൻ പറ്റും, ഒരു 5 വർഷമോ 10 വർഷമോ മുന്നേ നിങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കഴിയുള്ളായിരുന്നു. പക്ഷെ ഇന്ന്
നിങ്ങളൊരു കോടീശ്വരനാകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കയ്യിലുണ്ട്. ഈ സാധന, ഈ നിധി കുംഭങ്ങളെ കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ഏത് രീതി ജീവിക്കണോ അത് ഒരു പക്ഷെ നിങ്ങൾ മുമ്പെടുത്ത തീരുമാനങ്ങളായിരിക്കും. പക്ഷെ നാളെ നിങ്ങൾ ഏത് രീതിയിനകത്ത് നിങ്ങൾ പോകണം എന്നുള്ളത് ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ നാളെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ മാത്രം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കാരണം എന്താ, ദൈവങ്ങളെ കയ്യിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, ഏറ്റവും നല്ല ലീഡേഴ്സിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ല ഓർഗനൈസേഷനകത്ത് നിങ്ങൾ വന്നിട്ടുണ്ട്, ഏറ്റവും നല്ല കമ്പനിനകത്തും ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉള്ള ബിസിനസ്സിനകത്ത് കമ്പനിനകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഈ ബിസിനസ്സിനകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 300-300 ചില ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഉത്തരവാദിത്തം 300 ചില ആളുകളുടെ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ 300 ചില ആൾക്കാർ തീരുമാനം എടുത്താൽ മതി. ഒരു ഹ്യൂജ് മാറ്റങ്ങളെ ലൈഫിനകത്ത് ഉണ്ടാകും. ആ ഒരു രീതിയിനകത്തുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ലീഡർഷിപ്പിനകത്തുള്ള എല്ലാ വ്യക്തികളും, നിഷാന്ത് സാർ ആയിക്കോട്ടെ, ഇസ്മായിൽ സാർ ആയിക്കോട്ടെ, ഷുഹൈബ് സാർ ആയിക്കോട്ടെ, എൻ്റെ RTC എൻ്റെ പോയിന്റിലെ എല്ലാ ആളുകളും, എസ്പെഷ്യലി STC എൻ്റെ പോയിന്റിലെ എല്ലാ ആളുകളും, ഈച്ച് ആൻഡ് എവരിബഡി, ഈ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ STCകളും നിങ്ങളെ കൂടെ നിന്നിട്ട് നിങ്ങളെ സക്സസിന്റെ അറ്റം വരുന്നത് വരെ അവർ നിങ്ങളെ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറാണ്. അടുത്തൊരു 3 മാസത്തിന് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഫുൾ സിംഗിൽ ഫുൾ കാര്യത്തിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 3 ദിവസം കമ്പനി ക്ലോസിംഗ് കഴിഞ്ഞിട്ട് ഇത് മന്ത് ഫസ്റ്റ് ആണ്. ഈ മാസത്തെ മന്ത് ഫസ്റ്റിലെ പണി ഈ ആഴ്ച മുതൽ തുടങ്ങാണ്. നാളെ ഇന്ന് ഓഫീസ് തുറക്കും. ഇന്ന് ഓഫീസ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്ക് 1, ഓർക്ക് 2 എത്ര വോളിയം കയറുന്നുണ്ട്. കാരണം ഈ ബിസിനസ്സിനകത്ത് കമ്മിറ്റ്മെന്റ്, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, ഡെയിലി ടാർഗറ്റ്, വീക്ക്ലി ടാർഗറ്റ്, മന്ത്ലി ടാർഗറ്റ്, ഈ 6 കാര്യങ്ങൾ വെച്ചിട്ടാണ് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓഫീസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർക്ക് 1, ഓർക്ക് 2 എത്ര ബിസിനസ് കയറുന്നുണ്ട്. അതാണ് കച്ചവടം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഷോപ്പ് തുറന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ വലിപ്പ് വലിച്ച് എത്ര ഉണ്ടായിരത്ത് പൈസ, അതാണ് കച്ചവടം. എന്നതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൈലേഷൻ ചെയ്താൽ എത്ര വോളിയം കയറിയിട്ടുണ്ട്, അതാണ് കച്ചവടം. ആ രീതിയിനകത്ത് നിങ്ങളെ ബ്രെയിനെ മാറ്റിയിട്ട് നിങ്ങൾ പണിയെടുക്കാൻ ഇറങ്ങി. അതുകൊണ്ട് തന്നെ ഇന്ന് ഓഫീസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂജ് ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. 2026 നമ്മളെ ലൈഫിനകത്ത് മിറാക്കിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് ഇനിയുള്ള ഈ ഒരു ദിവസം വളരെ കുറഞ്ഞ 2025 2-2.25 മാസം സമയമുണ്ട്. ഈ മാസം കൊണ്ട് നമ്മൾ 2026 വലിയൊരു കുതിപ്പിലേക്കുള്ള തുടക്കമാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, 2025-26 നമ്മളെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് നിൽക്കും. നമ്മൾ വലിയൊരു ഹ്യൂജ് മാറ്റങ്ങൾ ഈ ബിസിനസ്സിനകത്ത് കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് വളരാം, ഒരുമിച്ച് സക്സസ്ഫുൾ ആകാം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നാളെ ഏറ്റവും